നമസ്കാരം. ലോകത്തിന്റെ മറ്റേതോ കോണിൽ, അതായത് പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധം തുടങ്ങുമ്പോൾ അതിവിടെ കേരളത്തിലുള്ള നമ്മുടെയൊക്കെ വീടുകളെ എങ്ങനെയാവും ബാധിക്കുക എന്നെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശരി, നമുക്കിതൊന്ന് നോക്കാം. ഈ ചോദ്യം കേൾക്കുമ്പോൾ ഒരുപക്ഷേ കുറച്ച് അതിശയോക്തിയായി തോന്നാം, അല്ലേ? എന്നാൽ സംഗതി സത്യമാണ്. ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെയുള്ള ഒരു യുദ്ധത്തിന് നമ്മുടെ അടുക്കളയിലെ ചെലവുകൾ കൂട്ടാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് വിശദമായി തന്നെ ഒന്ന് പരിശോധിക്കാം. എല്ലാത്തിൻ്റെയും തുടക്കം പശ്ചിമേഷ്യയിലെ ഒരു സംഘർഷമാണ്. ഇത് ശാന്തമായ ഒരു കുളത്തിലേക്ക് നമ്മളൊരു കല്ലെടുത്തെറിയുന്നത് പോലെയാണ്. ആ കല്ല് വീഴുന്നതോടെ ഓളങ്ങളുണ്ടാകുമല്ലോ, അതുപോലെ ഈ സംഘർഷം ലോകമെമ്പാടും പലതരത്തിലുള്ള ചലനങ്ങളുണ്ടാക്കും. അപ്പോൾ ആ ഓളങ്ങളിൽ ആദ്യത്തേതും, സത്യം പറഞ്ഞാൽ ഏറ്റവും വലുതും, നേരെ വന്ന് തട്ടുന്നത് നമ്മുടെയൊക്കെ പോക്കറ്റിലാണ്. ലോകത്തെവിടെ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അതിൻ്റെ ആദ്യത്തെ പ്രത്യാഘാതം അനുഭവിക്കുന്നത് സാധാരണക്കാരായിരിക്കുമല്ലോ. അപ്പോൾ ഈ സാമ്പത്തിക ആഘാതം കേരളത്തിൽ എങ്ങനെയാണ് എത്തുന്നത്? ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെയാണ്. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടങ്ങുന്നു, അതോടെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരും. സ്വാഭാവികമായും അത് നമ്മുടെ പെട്രോൾ ഡീസൽ വിലയെ ബാധിക്കും. അതോടെ ലോറികളുടെയും ബസ്സുകളുടെയുമൊക്കെ ഗതാഗത ചെലവുകൾ കൂടും. അവസാനം എല്ലാ സാധനങ്ങൾക്കും സേവനങ്ങൾക്കും വില വർദ്ധിച്ച് നമ്മൾ വലിയൊരു വിലക്കയറ്റത്തിലേക്കെത്തും. അപ്പോൾ ഈ വിലക്കയറ്റം കേരളത്തെ എങ്ങനെയാണ് പ്രത്യേകമായി ബാധിക്കുക? ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഗതാഗതത്തിനും വൈദ്യുതിക്കും ഇന്ധനം കൂടിയേ തീരും. അതിൻ്റെ വില കൂടും. രണ്ടാമത്, നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക്, പ്രത്യേകിച്ച് ഭക്ഷണത്തിനും നിർമ്മാണ സാമഗ്രികൾക്കും വില കൂടും. പിന്നെ പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾ കാരണം നമ്മുടെ ടൂറിസം മേഖല തളരാനും സാധ്യതയുണ്ട്. പോരാത്തതിന് എണ്ണവില കൂടുമ്പോൾ വളത്തിന്റെ വിലയും കൂടും. അത് കർഷകർക്കും വലിയൊരു തിരിച്ചടിയാവും. ഇനി ഈ കണക്കുകൾക്കും സാമ്പത്തിക കാര്യങ്ങൾക്കും അപ്പുറം ഈ വിഷയത്തിന് വളരെ പ്രധാനപ്പെട്ടൊരു മാനുഷിക മുഖമുണ്ട്. ഇത് ലക്ഷക്കണക്കിന് മലയാളികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും കഥയാണ്. ഏകദേശം 20 ലക്ഷത്തിലധികം മലയാളികളാണ് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത്. ഒന്നാലോചിച്ചു നോക്കൂ, അതൊരു വെറും സംഖ്യയല്ല. 20 ലക്ഷം കുടുംബങ്ങളുടെ പ്രതീക്ഷയും ആശ്രയവുമാണ്. ഈ കണക്കൊന്നു മാത്രം മതി കേരളവും ഗൾഫും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം മനസ്സിലാക്കാൻ. സത്യം ഇതാണ്, കേരളത്തിലെ ഒരുപാട് വീടുകളും മുന്നോട്ടു പോകുന്നത് തന്നെ ഗൾഫിലുള്ള ആ ഒരാളുടെ വരുമാനം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ജോലിക്കോ സുരക്ഷയ്ക്കോ എന്തെങ്കിലും ഒരു ഭീഷണി ഉണ്ടായാൽ അത് ഇവിടെയുള്ള കുടുംബങ്ങളെ എത്രമാത്രം സമ്മർദ്ദത്തിലാക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഗൾഫിലെ ജോലികൾ കാരണം കേരളത്തിലേക്ക് സ്ഥിരമായി പണം ഒഴുകിയെത്തുന്നു. അത് നമ്മുടെ സമ്പദ്വ്യവസ്ഥയുടെ ഒരു നട്ടെല് തന്നെയാണ്. പക്ഷേ ഒരു യുദ്ധം വന്നാലോ? ആ അവസ്ഥ മാറും. തൊഴിൽ നഷ്ടപ്പെടാം, വരുമാനം കുറയാം. ആ പണമൊഴുക്ക് ഗണ്യമായി കുറഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക അടിത്തറ തന്നെ ഇളകാൻ തുടങ്ങും. ഇത് വെറുതെ പറയുന്നൊരു ആശങ്കയല്ല കേട്ടോ. നമുക്ക് മുന്നിലൊരു ചരിത്രമുണ്ട്. 1990 കുവൈറ്റ് യുദ്ധമുണ്ടായപ്പോൾ ആയിരക്കണക്കിന് മലയാളികൾക്ക് കയ്യിലുള്ളതെല്ലാം ഉപേക്ഷിച്ച് പെട്ടെന്ന് നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു. അങ്ങനെ ഒരു സാഹചര്യം വീണ്ടും ഉണ്ടായാൽ അത് നമ്മുടെ സാമൂഹിക വ്യവസ്ഥയിൽ വലിയ സമ്മർദ്ദം തന്നെ ഉണ്ടാക്കും. ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. ഈ യുദ്ധം നമ്മുടെ നാട്ടിലേക്ക് സാധനങ്ങളും ഇന്ധനവും എത്തുന്ന വഴികളെ എങ്ങനെയാണ് തടസ്സപ്പെടുത്താൻ പോകുന്നത്? ഇതാണ് ഹോർമുസ് കടലിടുക്ക്. കേട്ടിട്ടുണ്ടാവുമല്ലേ? ലോകത്തിലെ എണ്ണക്കപ്പലുകൾ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വഴികളിലൊന്നാണത്. ആഗോള എണ്ണവ്യാപാരത്തിന്റെ വലിയൊരു ഭാഗം കടന്നുപോകുന്നത് ഈ കാണുന്ന ഇടുങ്ങിയ വഴിയിലൂടെയാണ്. അതുകൊണ്ടുതന്നെ ഇതിനെ ഒരു ഓയിൽ ചോക്ക് പോയിന്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പോ ഈ ഹോർമുസ് കടലിടുക്ക് അടച്ചാൽ കേരളത്തിൽ എന്ത് സംഭവിക്കും? ഒന്ന്, കൊച്ചി തുറമുഖത്തേക്കുള്ള കപ്പലുകളുടെ വരവ് വൈകും. അതോടെ നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന ഇലക്ട്രോണിക്സ് സാധനങ്ങൾക്കും വാഹനങ്ങൾക്കുമൊക്കെ വില കൂടും. പിന്നെ കേരളത്തിൽ നിന്ന് പശ്ചിമേഷ്യയിലേക്ക് കയറ്റി അയക്കുന്ന മത്സ്യോൽപ്പന്നങ്ങൾക്കും തടസ്സങ്ങൾ വരും. ഏറ്റവും പ്രധാനമായി നമ്മുടെ വ്യവസായങ്ങൾക്കും ഊർജ്ജാവശ്യങ്ങൾക്കുമുള്ള അസംസ്കൃത വസ്തുക്കളുടെ വരവ് നിലയ്ക്കാൻ വരെ ഇത് കാരണമായേക്കാം. ഓക്കെ, ഇത്രയൊക്കെ പ്രശ്നങ്ങൾ മുന്നിലുണ്ട്. പക്ഷേ എല്ലാ പ്രതിസന്ധിയും ചില സാധ്യതകൾ കൂടി മുന്നോട്ട് വയ്ക്കുമല്ലോ. ഈയൊരു സാഹചര്യത്തിൽ നിന്ന് നമുക്ക് പുതിയ എന്തെങ്കിലും പാഠങ്ങൾ പഠിക്കാൻ പറ്റുമോ? ഈ സാഹചര്യം കേരളത്തിന് പുതിയ വഴികൾ തുറന്നു തരുമോ? അപ്പോൾ ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങളെ നേരിടാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഒരു കാര്യം, ഗൾഫിനെ മാത്രം ആശ്രയിക്കുന്ന ഈ രീതി ഒന്ന് മാറ്റണം. നമ്മുടെ നാട്ടിൽ തന്നെ IT, ടൂറിസം പോലുള്ള മേഖലകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാം. എണ്ണയ്ക്ക് പകരം സൗരോർജ്ജം പോലുള്ള പുനരുപയോഗ ഊർജ്ജത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാം. അതോടൊപ്പം വിദേശത്തുള്ള നമ്മുടെ സഹോദരങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കുകയും ചെയ്യാം. അപ്പോൾ ഇതെല്ലാം നമ്മളെ ഒരു വലിയ ചോദ്യത്തിന് മുന്നിലാണ് എത്തിക്കുന്നത്. കേരളം പോലെയൊരു നാട് ലോകത്തിന്റെ ഒരൊറ്റ ഭാഗത്തെ മാത്രം ഇത്രയധികം ആശ്രയിക്കുന്നത് ശരിയാണോ? ഈ ആശ്രിതത്വം തരുന്ന നേട്ടങ്ങളാണോ, അതോ അതിലെ അപകടസാധ്യതകളാണോ കൂടുതൽ വലുത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു കണ്ടെത്തേണ്ടിയിരിക്കുന്നു.